ഹായ് ഗൈസ്, എല്ലാവർക്കും ഫോറക്സ് ഫ്രീ ലേണിംഗ് സീരീസിലേക്ക് സ്വാഗതം. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരാം. കാരണം നമ്മൾ അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നോർമൽ കറൻസീസിൽ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഗോൾഡിൽ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടും ടോട്ടലി ഡിഫറൻ്റ് ആണ്. പക്ഷേ നമുക്കൊരു ഈസി മെത്തേഡ് ഉണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, അതെന്താണെന്ന് പിപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏറ്റവും ചെറിയൊരു ചേഞ്ചാണ് ബേസിക്കലി പിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5 പൈസ 10 പൈസയൊക്കെ ഒരു മൂവ്മെൻ്റ് ആണ് ഒരു സംഭവിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മൾ ഒരു സംതിങ് ഒരു യൂണിറ്റ് നമ്മൾ വാങ്ങി അല്ലെങ്കിൽ വിറ്റു, അപ്പോൾ അതിൽ ചെറിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് ലോസ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇന്ത്യൻ മാർക്കറ്റ് അല്ല, അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു 100 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അത് 100-ൽ നിന്ന് 101-ലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയാണ് സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ 1 രൂപയാണ് പ്രോഫിറ്റ് എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് അടക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സിമ്പിളായിട്ട് ആദ്യം കാണിച്ചുതരാം. ഇതിപ്പോൾ USD എന്നുള്ളൊരു കറൻസി പെയറാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1.20186 എന്നുള്ള രീതിയിലാണ് എന്ന് വിചാരിക്കുക. 1.20186-ൽ നിന്നും 1.20196-ലേക്കുള്ള ഒരു ചേഞ്ച് ഇവിടെ സംഭവിക്കും. എന്തായാലും കറൻസി ബേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യല്ലോ. അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ ഡിജിറ്റിൽ ഇവിടെ 6 എന്നുള്ള 7, 8, 9, 10 അങ്ങനെ ലാസ്റ്റ് ഡിജിറ്റിൽ 10 1 2 3 0 1 2 3 അങ്ങനെ 8 9 0 അങ്ങനെ ഇവിടെ 10 മൂവ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കും. ഓക്കെ, അതായത് ഇത് 86-ൽ നിന്ന് ഇവിടെ 96-ലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ അവസാനത്തെ ഡിജിറ്റ് 10 വട്ടം കറങ്ങിയിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനത്തെ അവസാനത്തെ യൂണിറ്റിൻ്റെ ഈ 10 വട്ടത്തെ കറക്കത്തിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു 10 യൂണിറ്റ് ഓഫ് ചേഞ്ചിനെയാണ് 1 പിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ചെറിയ യൂണിറ്റ് പിപ്പല്ല, ഏറ്റവും ചെറിയ യൂണിറ്റ് പിപ്പറ്റാണ്. അതായത് അവസാനത്തെ ഈ ലെറ്റർ 6 എന്നുള്ളത് 7 ആയിക്കഴിഞ്ഞാൽ, ഈ 6 എന്നുള്ളത് 7 ആയിക്കഴിഞ്ഞാൽ ഒരു പിപ്പറ്റ് മൂവ് ചെയ്തു എന്നാണ് പറയാം. ഒരു പിപ്പറ്റ് മൂവ് ചെയ്യുമെന്ന് പറയാം. ഈ ലാസ്റ്റത്തെ ഡിജിറ്റ്, ലാസ്റ്റ് ഡെസിമൽ ഒരു യൂണിറ്റ് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ ഒരു പിപ്പറ്റാണ് മൂവ് ചെയ്തത്. മറിച്ച് ലാസ്റ്റത്തെ ആ ഡെസിമൽ 10 യൂണിറ്റ് മൂവ് ചെയ്താൽ, ലാസ്റ്റത്തെ ആ പൊസിഷനിൽ ഇരിക്കുന്ന സംഭവം 10 യൂണിറ്റ് മൂവ് ചെയ്താൽ ഒരു പിപ്പ് മൂവ് ചെയ്തു എന്നർത്ഥം. അതായത് 1 പിപ്പ് ഈക്വൽ ടു 10 പിപ്പറ്റ്സ്. അപ്പോൾ 1.20186-ൽ നിന്നും 187-ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ലാസ്റ്റത്തേൽ ഒരെണ്ണമാണ് ചേഞ്ച് വന്നിട്ടുള്ളൂ, അത് ഒരു പിപ്പറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് സംഭവിച്ചത് എന്ന് പറയാം. ഓക്കെ, പക്ഷേ 186-ൽ നിന്ന് 196, 86-ൽ നിന്ന് 96-ലേക്ക് ആയപ്പോൾ ഒരു 10 ഒരു 86-ൽ നിന്ന് 96-ലേക്ക്, അപ്പോൾ ലാസ്റ്റത്തെ അവിടെ ഒരു 10 വട്ടം കറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ഒരു 1 പിപ്പ് മൂവ്മെൻറ്റ് എന്ന് പറയും. ഇത് നോക്കുമ്പോൾ ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, പെട്ടു എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട. നമുക്ക് ഇതിന് ടൂൾസ് അവൈലബിൾ ആണ് ട്രേഡിംഗ് വ്യൂവിൽ. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അത് ഞാൻ ചാർട്ടിൽ ഈസി ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു 1 മിനിറ്റിന് എങ്ങനെ എടുക്കാം. ഇവിടെ അത് നോക്കാൻ വേണ്ടിയിട്ട് സ്കെയിലുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറ് ഈ പ്രൈസ് റേഞ്ച് എന്നുള്ള ടൂളാണ്. പ്രൈസ് റേഞ്ച് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് 1 2 3 4 5 5-ാമത്തേൽ ഏറ്റവും അടിയിൽ പ്രൈസ് റേഞ്ച് എന്നുള്ള ടൂളുണ്ട്. എനിക്കത് ഉപയോഗിക്കാനാണ് ഇഷ്ടം, കംഫർട്ടബിൾ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ പ്രൈസ് റേഞ്ച് എന്നുള്ള ടൂള്, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ എത്രയാണ് അവിടെ മൂവ്മെൻറ്റ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മറ്റേതിങ്ങനെ 8.7 എന്ന് കാണിക്കുന്നില്ലേ, ഇതിൻ്റെ അർത്ഥം 8.7 പിപ്പ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം 8.7 പിപ്പ്, PIP പിപ്പ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 8.7 പിപ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഇസ് മൈ പ്രോഫിറ്റ് ഓർ ലോസ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ എന്താ 8.7 രൂപ എന്നുള്ള രീതിയിലാണ് അവിടെ വരിക. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഫോറക്സിൽ അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോറക്സിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി അറിയേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ കാര്യം ലോട്ട് സൈസ്.
നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ ലോട്ട് സൈസ് എന്നുള്ള സംഭവമില്ല, ഓപ്ഷൻസിന് മാത്രമേ ഉള്ളൂ. അവിടെ 25, 30, 50 എന്നൊക്കെയുള്ള രീതിയിലാണ് ലോട്ടുള്ളത്. ഇവിടുത്തെ ലോട്ട് സൈസ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോട്ട്സ് ഉണ്ട് ഇവിടെ. സ്റ്റാൻഡേർഡ്, മിനി, മൈക്രോ. കൂടുതലും നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട്സിലൊക്കെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഞാൻ കണ്ടത് സ്റ്റാൻഡേർഡ് മാത്രമാണ്. ഇനി വേറെ ഉണ്ടോയെന്ന് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ നോർമൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഓർ മിനി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 1,00,000 ക്വാണ്ടിറ്റി ആണതുള്ളത്. അപ്പോൾ ഒരു ലോട്ട് USD എടുക്കണമെങ്കിൽ നമുക്ക് എത്ര ആവശ്യമുണ്ട്? ഒരു ക്വാണ്ടിറ്റി USDയുടെ പ്രൈസ് ഏകദേശം $1 ആണെന്ന് വിചാരിക്കുക. ഒരു ക്വാണ്ടിറ്റി USDയുടെ പ്രൈസ് USD നോക്കാം. ഇവിടെ നോക്കി USD = 1.086 സംതിങ്. അതായത് ഒരു ക്വാണ്ടിറ്റി USDയുടെ പ്രൈസ് വാങ്ങണമെങ്കിൽ, ആ ഒരു ഫോറക്സ് പെയർ വാങ്ങണമെങ്കിൽ എനിക്ക് എത്ര ഡോളർ കൊടുക്കണം? ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് വാങ്ങണമെങ്കിൽ ഞാൻ എത്ര കൊടുക്കണം? 1,00,000 രൂപ. ഒരു ലോട്ടിൽ, ഒരു സ്റ്റാൻഡേർഡ് ലോട്ടിൽ 1,00,000 ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാൻ 1,00,000 രൂപ, $1,00,000 കൊടുക്കേണ്ടി വരും. വലിയ ഇതാ നടക്കില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് ലോട്ട്സിലും അത്രയും പൈസ ആരെങ്കിലും ഉണ്ടാവില്ല, വളരെ ചുരുക്കം ആളുകളുടെ ഉണ്ടാവുള്ളൂ അല്ലേ. 1,00,000 എന്ന് പറയുമ്പോൾ ഏകദേശം 84 ലക്ഷം രൂപയായി. അപ്പോൾ ഇത് വെച്ചിട്ട് ആരും പോയിട്ട് അങ്ങനെ ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ഹൈലി വോളട്ടൈൽ, ഹൈലി റിസ്കി. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രാക്ഷൻസ് ഓഫ് ലോട്ട് അവൈലബിൾ ആണ്. 0.1 ലോട്ട്, 0.01 ലോട്ട്, 0.001 ലോട്ട് എന്നുള്ള രീതിയിലൊക്കെ ഫ്രാക്ഷൻസ് ഇതിൻ്റെയൊക്കെ ഫ്രാക്ഷൻസ്. ഒരു കൊട്ട ആപ്പിൾ എന്ന് പറഞ്ഞില്ലേ, ഒരു കൊട്ട ആപ്പിളായിട്ട് വാങ്ങണ്ട. അപ്പോൾ ഒരു 0.1 കൊട്ട ആപ്പിൾ, 0.01 കൊട്ട ആപ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ ടൈപ്പ് ലോട്ടുള്ളത് മിനി ലോട്ടാണ്. മിനി ലോട്ടിൽ 10,000 ക്വാണ്ടിറ്റി, മൈക്രോ ലോട്ടിൽ 1000 ക്വാണ്ടിറ്റി. നമ്മൾ സ്റ്റാൻഡേർഡ് ലോട്ട് വെച്ചിട്ടാണ് സംസാരിക്കുക. ബിക്കോസ് 95% ആളുകളും ട്രേഡ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ലോട്ടിലായിരിക്കും. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒന്നും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നമുക്ക് ഒരു പിപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ട് ഇസ് മൈ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോർമുല നോക്കാം. വാല്യൂ ഓഫ് പിപ്പ്, എത്ര പിപ്പ് മൂവ് ചെയ്തു, ഒരു പിപ്പ് മൂവ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൂവ്മെൻറ്റ് ഇൻ പിപ്സ്, എത്ര പിപ്പ് മൂവ് ചെയ്തു ഇൻറ്റു $10 ഇൻറ്റു ലോട്ട് സൈസ്. ഓക്കെ, എത്ര പിപ്പ് മൂവ് ചെയ്തു ഇൻറ്റു $10 ഇൻറ്റു ലോട്ട് സൈസ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ വേണ്ടി കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് ബുക്കിലേക്ക് നോക്കിക്കോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചാർട്ടിൽ തന്നെ കാണിക്കാം. ഇപ്പം ഞാൻ ഒരു സ്റ്റാൻഡേർഡ് ലോട്ടാണ് എടുത്തതെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ വരാമെന്ന് നോക്കാം. ഒരു ലോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 8.7 പിപ്പാണ് ഇവിടെ മൂവ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചാർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, 8.7 പിപ്പ്. അപ്പോൾ എത്ര പിപ്പ് മൂവ് ചെയ്തു? 8.7 പിപ്പ് മൂവ് ചെയ്തു. ഓക്കെ, ഇൻറ്റു എത്രയാണ് ഇതിൻ്റെ ലോട്ട് സൈസ്? സ്റ്റാൻഡേർഡ് ലോട്ട് ഒരു ലോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഒരു ലോട്ടാണെങ്കിൽ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇൻറ്റു $10. ഓക്കെ, ഇൻറ്റു $10. ഇതാണ് എൻ്റെ ഇത്രയും ഞാനിവിടെ നിന്ന് ഒരു ബൈ എടുത്തിട്ട് ഇവിടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന എൻ്റെ പ്രോഫിറ്റ്. ബ്രോക്കറേജിൽ നിന്ന് കട്ടാവും, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബ്രോക്കർ ടു ബ്രോക്കർ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഏകദേശം $87 ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇത്രയും ചെറിയൊരു മൂവ്മെൻറ്റ് വരുമ്പോഴേക്കും $87 ചേഞ്ച് വരും. ഓക്കെ, ഇത് ഒരു ലോട്ട് എടുക്കുന്ന അവസ്ഥ. നമ്മൾ സാധാരണ അത്രയും ലോട്ട് എടുക്കാറില്ല, 0.1 0.2 ആ റേഞ്ചിലേക്ക് എടുക്കുള്ളൂ. അപ്പോൾ ഒരു 0.2 ആണ് എൻ്റെ ലോട്ട് സൈസ് എങ്കിലോ, ലോട്ട് സൈസൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 8.7 ഇൻറ്റു എത്ര ലോട്ടാണ് എൻ്റെ എടുത്തിട്ടുള്ളത്? 0.2 ലോട്ടാണ്, 0.2 ലോട്ട് നടക്കുക ഇൻറ്റു $10. ഞാനിപ്പോൾ ഇൻറ്റു $10 നടക്കുമ്പോൾ ഇതെന്താണ് ഇടയ്ക്കിടയ്ക്ക് $10 എന്നുള്ള രീതിയിൽ ഇൻറ്റു ചെയ്യുന്നത്? ഇങ്ങനെ ഡൗട്ട് തോന്നാം. അപ്പോൾ അത് ഓരോന്നിനും ഓരോ ഡിഫറൻ്റ് ആണ്. അതാ പറഞ്ഞ് ഇന്ത്യ മാർക്കറ്റ് പോലെയല്ല, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് വീണ്ടും നമുക്ക് ഫോർമുലയിലേക്ക് പോകാം. മൂവ്മെൻറ്റ് ഇൻ പിപ്സ് ഇൻറ്റു $10 ലോട്ട് സൈസ് എന്നാണ് പറഞ്ഞത്. ഈ $10 എന്താണെന്നറിയോ? ഈ $10 ഒരു ടേബിൾ വയ്ക്കുക. ചില കറൻസീസിൽ ഒരു പിപ്പ് മൂവ് ചെയ്താൽ, ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്തിട്ട് ഒരു പിപ്പ് മൂവ് ചെയ്താൽ $10 ചേഞ്ച് ആയിരിക്കും വരാം. $10 ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എടുത്തിട്ട് ഒരു പിപ്പ് മൂവ് ചെയ്താൽ എത്ര ഡോളറിൻ്റെ ചേഞ്ച് വരും? അത് ഈ AUD/USD, EUR/USD, GBP/USD, NSD/USD, ഗോൾഡ്, XAU/USD ഗോൾഡ്, ഇതിലൊക്കെ $10 ചേഞ്ച് ആയിരിക്കും വരാം. പക്ഷേ USD-CAD-ലും USD-JPY, EUR/JPY എന്നുള്ളതിലൊക്കെ അതിൽ ഡിഫറൻ്റ് ആയിരിക്കും വരാം. അപ്പോൾ എല്ലാത്തിനും കാൽക്കുലേഷൻ ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഒരാൾ വിചാരിക്കുക, എബിൻ എന്നുള്ളൊരു വ്യക്തി EUR/USD ഒരു ലോട്ട് എടുത്തു, 10 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടി. ഒരു ലോട്ട് എടുത്തിട്ട് 10 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അവൻ്റെ പ്രോഫിറ്റ് $100.
പക്ഷേ സിബിൻ എന്നുള്ള വ്യക്തി USD CAD ഒരു ലോട്ട് എടുത്തു, 10 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടി, അവൻ്റെ പ്രോഫിറ്റ് $100 അല്ല, $71.8. അപ്പോൾ എത്ര പിപ്പ് മൂവ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് എല്ലാ കറൻസിയിലും പ്രോഫിറ്റ് ലോസും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ എത്ര പിപ്പ് മൂവ് ചെയ്തു എന്ന് നമുക്ക് അറിയേണ്ടി വരും. അതിനനുസരിച്ച് അപ്പോൾ ഓരോന്നിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് അറിയേണ്ടി വരും. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ആദ്യത്തെ തവണ കാണുന്ന സമയത്ത്. പിന്നെ ഈ പ്രോഫിറ്റ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റിസ്ക് റിവാർഡിൻ്റെ ബേസിസിലായിരിക്കും കൂടുതലായിട്ട് കാൽക്കുലേറ്റ്. അപ്പോൾ ഇത് ഇരുന്ന് ഇങ്ങനെ ആയിക്കോട്ടെ ഇത്രയാണ് പ്രോഫിറ്റ് ലോസ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് തല പുണ്ണാക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 10 പിപ്പ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡോളറാണ് നമ്മൾ റിസ്ക് ചെയ്യുന്നത്, അപ്പോൾ എത്ര ഡോളറാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ ടേംസ് ഓഫ് ഡോളർ അവിടെ കൃത്യമായിട്ട് പൈസ അവിടെ കാണിച്ചു തരും. പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തുടക്കത്തിൽ ട്രേഡ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തോളൂ, ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ മാത്രം. അല്ലാതെ ഇത് വെച്ചിട്ട് നമുക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഗോൾഡിൽ എങ്ങനെയാണ് പിപ്പ് മൂവ്മെൻറ്റ് വരാമെന്ന്. ഞാനിപ്പോൾ എടുത്ത് നോക്കിയത് എന്താ, കറൻസിയിൽ ഏതാ GBP USD എന്നുള്ളതിലാണ്. പക്ഷേ ഇതിൽ GBP USDയിൽ ഞാൻ ആ ടൂൾ ഉപയോഗിച്ചപ്പോൾ 8.7 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് 8.7 പിപ്പ് എന്ന് എനിക്ക് എഴുതി വെച്ചാൽ മതി. പക്ഷേ ഗോൾഡിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഗോൾഡിൽ ഇങ്ങനെയല്ല. സെയിം ടൂൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സെയിം ടൂൾ ഉപയോഗിച്ചു. ഇവിടെ നിന്നും നമുക്ക് ഇവിടം വരെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് ഇത്ര വയ്ക്കാം, ഇവിടെ നിന്നും ഇവിടം വരെ മൂവ്മെൻറ്റ് കിട്ടി. ഇപ്പോൾ GBPയിലാണെങ്കിൽ എന്താ, ഈ അറ്റത്ത് കിടക്കുന്നത് ഡയറക്റ്റായിട്ട് പിപ്പായിട്ട് അവിടെ എനിക്ക് എഴുതി വെച്ചാൽ മതി. പക്ഷെ ഗോൾഡിലാണെങ്കിൽ ഇവിടെ 452 എന്നല്ല കാണുന്നത് അല്ലേ, ഇത് 452 പിപ്പല്ല, 45.2 പിപ്പാണ്. ചെറിയ വ്യത്യാസമുള്ളൂ. സാധാരണ എല്ലാ കറൻസി പെയറിലും നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് എന്താണോ അത് പിപ്പാണ്. പക്ഷേ ഗോൾഡിൽ അവിടെ എന്താണോ കാണിക്കുന്നത് അത് പിപ്പറ്റാണ്. അല്ലെങ്കിൽ ഒരു ഡെസിമൽ ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഡെസിമൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഗോൾഡിൽ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ചിലർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണ് ഇപ്പോൾ ഗോൾഡിൽ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ആ 1 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഇത് ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കുന്ന വ്യക്തികളുണ്ട്, അതെങ്ങനെയാണ് ഗോൾഡിൽ പിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ പലതവണ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാത്തവരുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നോട്ട് ചെയ്ത് വെക്കാത്തതുകൊണ്ട്. ഇത് വലിയ സംഭവമൊന്നുമില്ല. ഇത് ഒരു വട്ടം നോട്ട് ചെയ്ത് വെച്ചാൽ ഇതെനിക്ക് മനസ്സിലാക്കണം, ഇതെനിക്ക് പഠിക്കണം എന്നുള്ള രീതിയിൽ ആലോചിച്ച് ഒരു തവണ എഴുതി വെച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പുതിയത് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് എല്ലാവർക്കും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ ഗൈസ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് കരിയർ തന്നെ ഞാൻ വിഷ് ചെയ്യുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.